അവിടെ നിന്നുള്ള ഭരണാധികാരികൾ എന്തും കൊടുത്ത് അവർക്ക് സർവ്വ സംവിധാനങ്ങളും കൊടുത്ത് ഇന്ത്യ എന്ന മതേതരത്വ രാഷ്ട്രത്തിനെ തച്ചുടയ്ക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ മുൻമുൻനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഈ പാകിസ്ഥാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മുതിർന്നിട്ടുള്ളത്. യാതൊരു കാരണവശാലും കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു കാശ്മീർ പ്രശ്നത്തിൽ യാതൊരു കാരണവശാലും സൗദി അറേബ്യ ഇടപെടില്ല, ഇന്ത്യയുടെ പക്ഷത്താണ് സൗദി അറേബ്യ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ നീരസം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഒരു നീചമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. 100% തന്നെ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ 27 നിരപരാധികളായിട്ടുള്ള ആ ജീവനുകളുടെ ആത്മാക്കൾക്കെങ്കിലും മോക്ഷം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. കാശ്മീരി ജനത ഉൾപ്പെടെ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കതായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിവസേന നേതാവായ ആറ്റുകാൽ സുനിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. വളരെ സമാധാന അന്തരീക്ഷം പുലർന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു മിന്നലാക്രമണം ഉണ്ടായിരിക്കുന്നു, നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശിവസേന എങ്ങനെ ഇതിന് നോക്കിക്കാണും? തീർച്ചയായിട്ടും ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതം ഇന്നൊരു മതസൗഹാർദ്ദ രാഷ്ട്രമായി മോദിജി നയിക്കുന്ന ആ ഗവൺമെൻറ് മതസൗഹാർദ്ദ രാഷ്ട്രമായി തന്നെ ഭാരതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ അസൂയാലുക്കളായി വിളറി പിടിച്ചു നടക്കുന്ന പാകിസ്ഥാനെ പോലെയുള്ള ഭീകരവാദത്തിന് എന്നും പിന്തുണ കൊടുക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം രാഷ്ട്രം, ആ രാഷ്ട്രത്തെ അവിടെ നിന്നുള്ള ഭരണാധികാരികൾ എന്തും കൊടുത്ത് അവർക്ക് സർവ്വ സംവിധാനങ്ങളും കൊടുത്ത് ഇന്ത്യ എന്ന മതേതരത്വ രാഷ്ട്രത്തിനെ തച്ചുടയ്ക്കാൻ, പ്രത്യേകിച്ചും മോദിജിയുടെ ഗവൺമെൻറ്റിനെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ മുൻമുൻനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഈ പാകിസ്ഥാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മുതിർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള മോദിജി കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മുസ്ലിം രാഷ്ട്രമായ സൗദിയിലെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് സമാധാനത്തിന് വേണ്ടി, ചർച്ചകൾക്ക് വേണ്ടി മുൻകൈയെടുത്ത് അവിടെ എത്തുമ്പോൾ തന്നെ ആ സുദിനം തന്നെ ഈ ഭീകരർ തച്ചുടച്ചുകൊണ്ട് നമ്മുടെ 27 ഭാരതീയരെ കൊന്നൊടുക്കുന്ന ആ ഒരു നീചമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം സൗദി അറേബ്യ, ആ മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ മോദിജിയുടെ ഭരണം നിലനിൽക്കണം, ഇവിടെ ഒരു മതേതരത്വ രാഷ്ട്രമാണ്, ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം തുല്യ നീതി ഉറപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണത്തിന് പിന്തുണ കൊടുക്കണം. യാതൊരു കാരണവശാലും കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു കാശ്മീർ പ്രശ്നത്തിൽ യാതൊരു കാരണവശാലും സൗദി അറേബ്യ ഇടപെടില്ല, ഇന്ത്യയുടെ പക്ഷത്താണ് സൗദി അറേബ്യ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ നീരസം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഒരു നീചമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഇന്ത്യ നേരിടുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും മോദിജിയുടെയും അമിത്ഷാജിയുടെയും ഘടകകക്ഷിയായിട്ടുള്ള ശിവസേനയുടെ നേതാവായിട്ടുള്ള ഷിൻഡേജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ തന്നെ ഇതിന് വളരെ 27 ജീവനുകൾ, ഇന്ത്യയുടെ 27 ജീവനുകൾ ഇന്ത്യക്കാരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായ രീതിയിൽ ഇന്ത്യൻ സൈന്യം അതിനാരാണോ കാരണക്കാരായിട്ടുള്ളവർക്ക് അവർക്ക് തിരിച്ചടി ശക്തമായ രീതിയിൽ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ കേന്ദ്രഭരണം മോദിജിയുടെ നേതൃത്വത്തിലുള്ള ആ കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് ശിവസേന വിശ്വസിക്കുന്നത്. 100% തന്നെ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ 27 നിരപരാധികളായിട്ടുള്ള ആ ജീവനുകളുടെ ആത്മാക്കൾക്കെങ്കിലും മോക്ഷം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ ഹിന്ദുവിനെ, ഭാരതത്തിലെ ഹിന്ദുവിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം. 100 കണക്കിന് വരുന്ന ആ വിനോദയാത്രാ സംഘത്തിൽ നിന്നും നമ്മൾ പറയുന്നു, നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കുന്നു, ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു, വളരെയധികം അവർ മോശമായ രീതിയിൽ അവരുടെ ഉടുവസ്ത്രങ്ങൾ വരെ അഴിച്ചു മാറ്റി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് പോലും തെരഞ്ഞുപിടിച്ച് അവർ നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വെറും 6 ദിവസം മാത്രം, വിവാഹം കഴിഞ്ഞ് 6 ദിവസം മാത്രമായിട്ടുള്ള ആ ദമ്പതികൾ അവിടെ ആ സ്വർഗതുല്യമായിട്ടുള്ള ആ നാട്ടിൽ ആ ഒരു മധുവിധു ആഘോഷിക്കാൻ പോകുമ്പോൾ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ വരൻ്റെ, ആ വധുവിൻ്റെ മുമ്പിൽ വെച്ച് വിവസ്ത്രധാരിയാക്കി
അദ്ദേഹം ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ആ ഹിന്ദു സഹോദരിയുടെ മുമ്പിൽ വെച്ച് 6 ദിവസം മാത്രം വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. നമ്മളെല്ലാവരും കാണുന്നു ആ ഡെഡ് ബോഡിയിൽ പിടിച്ചുകൊണ്ട് പാവം നെഞ്ചുപൊട്ടിക്കരയുന്ന ആ പെൺകുട്ടിയെ.